ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോയമ്പിന്റെ 21-ാം ദിനമായ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെ കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നു അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു. പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവർ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നതെന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരൻ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്തു. എല്ലാവരും കാണുക പുറപ്പെട്ടു. അത് കണ്ടു എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ചെറുപ്പകാലം മുതൽ നാം കേട്ടിട്ടുള്ള ബൈബിളിലെ ഒരു സംഭവമാണ് ഇന്ന് നാം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 4 ആൾ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരികയും അവൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. യേശു കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ യെരുശലേമിൽ എങ്ങും പ്രസിദ്ധമായിരിക്കുന്നു. അതറിഞ്ഞ് ജനങ്ങൾ യേശുവിനെ കാണുന്നതിനും പ്രസംഗം കേൾക്കുന്നതിനും തങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനുമായി കൂടി വന്നിരിക്കുന്നു. ജനങ്ങൾ എല്ലാം വളരെ ശ്രദ്ധയോടെ യേശു പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവിടെയുള്ളവർ എല്ലാം തിങ്ങി നിറഞ്ഞ് 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പോഴാണ് 4 പേർ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് അവിടേക്ക് വരുന്നത്. ഒരു തരത്തിലും യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ സ്നേഹിതർ തങ്ങളുടെ ബുദ്ധിയിൽ ആലോചിച്ചു എങ്ങനെയും തങ്ങളുടെ സുഹൃത്തിനെ യേശുവിന്റെ അടുക്കൽ എത്തിക്കണം. അവരുടെ ആലോചനയിൽ ഉചിതമായ ഒരു ഉത്തരം കണ്ടെത്തി. അത് 4 പേര് ഒരുമിച്ച് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്ന കാഴ്ചയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. അന്നത്തെ ഒരു വിശ്വാസമായിരുന്നു രോഗം വരുന്നത് അവരുടെ പാപത്തിന്റെ ഫലമായിട്ടാണെന്ന്. പാപമോചനം രോഗസൗഖ്യത്തിന്റെ ആദ്യപടിയായി ജനം കണ്ടിരുന്നു. ഈ ഭാഗത്തെ ആ രോഗിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന 4 കൂട്ടുകാർ അവനുണ്ടായിരുന്നു. അവന്റെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ. ഇന്ന് നാം നമ്മുടെ കൂട്ടുകാരെ ആത്മാർത്ഥമായി സ്നേഹിക്കാറുണ്ടോ? ആത്മീയമായി, ശാരീരികമായി, ധനസംബന്ധമായി അനേകം ആവശ്യങ്ങളുള്ള കൂട്ടുകാർ നമുക്കുണ്ട്. അവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നല്ല സുഹൃത്തുക്കളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. പലപ്പോഴും ഇത്തരം നല്ല കൂട്ടുകാരെ പരിശ്രമങ്ങളെ ആൾക്കൂട്ടം തടസ്സപ്പെടുത്തും. ദൈവത്തെ കാണുവാൻ, അറിയുവാനുള്ള ശ്രമത്തെ തടുക്കുന്നവരായി നാം തീരാറുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ അവർക്ക് യേശുവിന്റെ അടുക്ക് ചെല്ലുവാനുള്ള വഴികളെ കാട്ടിക്കൊടുക്കുന്നവരായി തീരാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് ലഭിച്ചിട്ടുള്ള രക്ഷയ്ക്കും അനുഗ്രഹത്തിനും കൂട്ടുകാരനെ കൂടി പങ്കാളിയാക്കുവാനുള്ള ശ്രമം നമ്മിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ നോമ്പ് നാളുകളിൽ നാം കുറച്ചുകൂടി ആത്മാർത്ഥതയുള്ള നല്ല കൂട്ടുകാരായി വർത്തിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ ഞങ്ങളുടെ ദൈവമേ, പക്ഷപാതക്കാരൻ ലഭിച്ച സൗഖ്യത്തെപ്പറ്റി ഞങ്ങൾ കേട്ടുവല്ലോ. ആ സുഹൃത്തുക്കളെ പോലെ ഞങ്ങളുമായി തീരുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുകൾക്ക് പ്രയോജനകരമായ ജീവിതം കാഴ്ചവെക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.